അറിയോ ബാലഗോപാലനെ? ഓലത്തുമ്പത്തിരുന്നു ഏലാടും ചെല്ലപ്പൈങ്കിളി, എന്റെ ബാലഗോപാലനെ എന്നെ തെപ്പിക്കുമ്പം പാടടി. ഇങ്ങനെ പാട്ടുപാടി അമ്മ കുളിപ്പിച്ച് സ്കൂളിലേക്ക് വിടുന്ന ബാലഗോപാലിനെ കാണാൻ തന്നെ ഒരു ചന്ത. ആ കുട്ടികളുടെ കൂടെയൊക്കെ പാടവരമ്പിലൂടെയൊക്കെ ഇങ്ങനെ വെള്ളത്തിലൊക്കെ ചവിട്ടി തോടൊക്കെ ചാടിക്കടന്ന് മറ്റുള്ള കുട്ടികളൊക്കെ കഥകളൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് ബാലഗോപാലുണ്ടല്ലോ അവൻ്റേതായ ഒരു ലോകത്താ. അവൻ്റെ കയ്യിൽ നിറയെ തീപ്പെട്ടി ചിത്രങ്ങളാണ്. അതായത് തീപ്പെട്ടിയുടെ പുറം കവല് അത് നന്നായിട്ട് ആ കവർ വെട്ടിയെടുത്ത് അത് കത്രിക വെച്ച് ഇങ്ങനെ അടുക്കി ഇങ്ങനെ വെക്കും. സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികളോടൊക്കെ ചേർന്ന് ഇവൻ ഇതുള്ള കളിയാ. ഒരു ദിവസം ഹെഡ്മാഷ് പിടിച്ച് ബലവല ഈ കളി ഇവിടെ നടക്കൂല കേട്ടോ, എന്നെ പുറത്താക്കാൻ വേണ്ടി പോവാണ്. ബലവലം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മാഷേ ഏതെങ്കിലും ഒരു റൗണ്ടിൽ നിങ്ങൾ എന്നെ തോപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പുറത്തു പോവാം. മാഷും ബാലഗോപാലിനായിട്ട് കളി തുടങ്ങി. 6 റൗണ്ട് കംപ്ലീറ്റ് സ്റ്റാഫ് കുട്ടികളെല്ലാം സാക്ഷിയായിട്ട് നിന്ന് 6 റൗണ്ടിലും മാഷ് നിപ്പ് തോറ്റു. ആനുകൂല്യം പോലും വാങ്ങാൻ നിൽക്കാതെ രാജിക്കത്ത് എഴുതി കൊടുത്ത് ഹെഡ്മാഷ് അന്നത്തോടു കൂടി പോയി. ഇപ്പം തമിഴ്നാട്ടിൽ തെങ്കാശിയിലോ ശിവകാശിയിലോ ഏതോ തീപ്പെട്ടി കമ്പനിയിൽ മരുന്ന് നിറക്കുന്ന പണിയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ബാലഗോപാലൻ തന്റെ പണി എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്സവ പറമ്പിലേക്ക് മാറ്റി. കിൽക്കുത്തം, നാടമുറി, ചട്ടികളി ഇങ്ങനെയൊക്കെ. ഈ സമയത്താണ് കടിയങ്ങാട് അമ്പലത്തിലെ ഉത്സവം മാറാട്ട് മഹോത്സവം അങ്ങനെ അരങ്ങേറുന്നത്. ഉത്സവത്തിന് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആസ്ഥാന അനൗൺസർ ആയിട്ടുള്ള സുനിയാണ്. സുനി മൈക്കിലൂടെ വിളിച്ചറിഞ്ഞ് ഉത്സവത്തിന് കലക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് അണ്ണന്മാര്. മേലത്തെ പറമ്പിൽ ചട്ടി കളിച്ചുകൊണ്ടിരുന്ന കിൽക്കുത്തം കുത്തിക്കൊണ്ടിരുന്ന ബാലഗോപാലൻ ടീമും കൂടെ ടൗണിലേക്ക് വന്ന് അങ്ങനെ ഉണ്ടോ നമ്മളെ നാട്ടിൽ വന്നിട്ട് തമിഴന്മാർ കലക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് കാണണല്ലോ. നോക്കുന്ന സമയത്ത് സംഗതി സെറ്റാ. തമിഴന്മാർ നിന്ന് കലക്കിക്കൊണ്ടിരിക്കുക. പത്തക്ക വെള്ളം, സർബത്ത്, സോഡാ സർബത്ത്. അപ്പൊ നേരെ വരെ ചെന്നാരെടുത്തെന്നറിയോ സുനീന്റെ അടുത്തേക്കാ. സുനിയെ ഇമാതിരി ക്ലീശാ ഡയലോഗ് ഇനി അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടിച്ചെൻ്റെ ചപ്പക്കുട്ടി തെറ്റുകൾ മറ്റേ സുനിക്കൊരൊറ്റ അടി കൊടുത്ത് സുനീന്റെ ഗാങ് ഇറങ്ങി. ആ ടൈമിനാണ് കൊച്ചിൻ ഫിഗേഴ്സിന്റെ ഫിഗർ ഷോ ഇപ്പോൾ അമ്പലത്തിൽ നിന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ബാലഗോപാലൻ നേരെ കാരി സ്റ്റേജിലേക്ക്. ബാലങ്കേ നായർ ജയനെ വെടിവെക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ബാരൽ ബണ്ണിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. ആദ്യത്തെ അടിയിൽ തന്നെ ഇവന്റെ ബിഗ് തെറിച്ചുപോയി, ഫിഗർ ഔട്ടായി. നല്ല ടംബോലിന്റെ പരിപാടി ജനങ്ങളും കൂടി ഇളകി. ഇവനെന്ത് മണിച്ചെന്ന് വെച്ചാൽ അപ്പം തന്നെ തോക്ക് വാങ്ങിച്ച് ഇങ്ങനെ ഈ സുനീനെ കൊല്ല പിടിച്ചെങ്കിലും നേരെ വെടിവെച്ചപ്പം നേരെ ചെന്ന് കൊണ്ട് ഇളനീർ കൊലമില്ല. 2 കൊല ഇളനീര് കൊടുങ്ങല്ലൂർ ഗിരീഷിന്റെ തലയിൽ. ഒരാളാണ്, ആളല്ല ഒരാനയല്ലോ എന്നുള്ളത്തിന് കൊണ്ടുവന്നേ. അതും അടഞ്ഞി. അങ്ങനെ മൊത്തത്തിൽ ജനങ്ങളും ആനയൊക്കെ കൂടെ അടഞ്ഞോട് കൂടിയിട്ട് ഇവൻ നേരെ ഓടുന്നോട്ടത്തിൽ ഇവൻ ചെന്നൊരു പൊട്ടക്കിണറ്റിൽ വീണ്. ഓൾറെഡി പൊട്ടക്കിണറ്റിൽ ഒരാളുണ്ട്. അപ്പോൾ ഇവൻ ചോദിച്ച് അല്ല ഇക്കൊല്ലത്തെ ഉത്സവത്തിനുള്ളോ അതോ കഴിഞ്ഞ കൊല്ലത്തെ ഉത്സവത്തിനുള്ളോ? അല്ല ഞാൻ ഇക്കൊല്ലത്തെ ഉത്സവത്തിനുള്ള. എവിടെയാ സ്ഥലം? കടിയങ്ങാട്. കടിയങ്ങാട് എവിടെ? കടിയങ്ങാട് മഹിമയിൽ എവിടെ? മഹിമയിൽ ശങ്കർ മാഷിന്റെ വീടിന്റെ തൊട്ടു താഴെ. ആരേ? രാഘവന്റെ താഴെയുള്ള നാരായണന്റെ മോന. പന്നി ഇന്നോട് ഞാൻ പറഞ്ഞല്ലേ അമ്മേനെ ഒറ്റക്കിട്ടിട്ട് ഉത്സവത്തിന് കൂടാൻ പറ്റുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുറച്ചൊരു അടി അച്ചാ എന്ന് പറഞ്ഞ് നിലവിളിച്ച് വാങ്ങിയിട്ടുണ്ടെങ്കിലും ഇപ്പം പിന്നെ നന്നായി. ഫുട്ബോളിനോടായിരുന്നു പിന്നെ കമ്പം. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അർജന്റീനിയന്റെ പ്രാന്തൻ ആരാധകൻ. അങ്ങനെ സൗദിനോട് അർജന്റീനിയ തോറ്റ ദിവസം ഇവന് ഭയങ്കര വിഷമം. ഇപ്പം മൂത്തച്ഛൻ്റെ കൂട്ടത്തിലാണ് കിടന്നുറങ്ങാറ്. അന്ന് രാത്രി ഇവൻ വിഷമിച്ച് കിടന്നുറങ്ങിയെങ്കിലും അർജന്റീനയ്ക്ക് വേണ്ടി സൗദിക്കെതിരെ അടിച്ച 5 ഗോളാണ് അകാലത്തിൽ ഇവന്റെ മുത്തച്ഛനെ ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് കെട്ടുകെട്ടിച്ചത്.